കോതമംഗലത്ത് ബിസ്മി ഫാസ്റ്റ് ഫുഡ് പ്രവർത്തനം ആരംഭിച്ചു. രുചികരമായ നാടൻ വിഭവങ്ങളും ഷെയ്ക്ക്, ജ്യൂസ് എന്നിവയും ഇവിടെ ആസ്വദിക്കാനാകും. മൂവാറ്റുപുഴ റോഡിൽ മിന മസ്ജിദിന് എതിർവശത്താണ് സ്ഥാപനം. കോതമംഗലം താലൂക്ക് ആശുപത്രിക്ക് സമീപം 18 വർഷമായി തട്ടുകട നടത്തിയിരുന്ന ഷെഫീഖിന്റെ നേതൃത്വത്തിലുള്ളതാണ് ബിസ്മി ഫാസ്റ്റ് ഫുഡ്. കോതമംഗലം മൂവാറ്റുപുഴ റോഡിൽ മിന മസ്ജിദിന് എതിർവശത്തായി ഇക്കരക്കുടി ബിൽഡിംഗിലാണ് സ്ഥാപനം തുറന്നത്. ഉദ്ഘാടനം മുനിസിപ്പൽ ചെയർപേഴ്സൺ ഭാനുമതി രാജു നിർവഹിച്ചു. നല്ല ഫുഡ്, ശുചിത്വമുള്ള ഫുഡ്, നല്ല ഫുഡ് കൊടുക്കണം. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വർഷങ്ങളോളമായി പരിചയമുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ കണ്ടപ്പോൾ എനിക്ക് കൂടുതൽ തോന്നിയെങ്കിലും പിന്നീട് പരിചയപ്പെട്ടപ്പോഴാണ് കൂടുതൽ ധനാഞ്ജലി തട്ടുകടയിൽ എനിക്ക് അവിടെ ലാഭമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ തട്ടുകടയിൽ നിന്നൊക്കെ ഞാൻ ആഹാരം കഴിച്ചത് നല്ല സ്വാദിഷ്ടമായ ആഹാരം എനിക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ആ പണ്ടത്തെ ഇതിനേക്കാളും കുറേ കൂടെ വിസ്താരമായി അല്ലെങ്കിൽ വിപുലമായിട്ടാണ് ഇന്നിവിടെ ഈ ബിസ്മി റെസ്റ്റോറൻറ്റ് ഉദ്ഘാടനം ചെയ്തത്. ഇവിടുത്തെ ഫുഡിൻ്റെ ഐറ്റങ്ങളെല്ലാം അദ്ദേഹം പറഞ്ഞു നല്ല രുചിയുള്ളതും സ്വാദിഷ്ടമുള്ളതും ആരോഗ്യകരമായുള്ള ഫുഡും കൊടുക്കണം. കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഗുണകരമാവുന്നു. അപ്പം, ദോശ, പൊറോട്ട, ഓംലെറ്റ്, ബീഫ്, ബോട്ടി, ലിവർ, ചിക്കൻ ഫ്രൈ തുടങ്ങിയ തട്ടുകട വിഭവങ്ങൾക്കൊപ്പം ചിക്കൻ ബിരിയാണിയും ബീഫ് ബിരിയാണിയും ബിസ്മി ഫാസ്റ്റ് ഫുഡിൽ ലഭ്യമാണ്. 18 വർഷത്തോളമായിട്ട് ഫുട്പാത്തിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ പരിസരത്ത് കണ്ടുകൊണ്ടിരുന്ന ആളാണ് ഞാൻ. ഒരു നമ്മുടെ മിന മസ്ജിദിൻ്റെ ഓപ്പോസിറ്റ് ഒരു മുറിയെടുത്ത് ബിസ്മി ഫാസ്റ്റ് ഫുഡ് എന്ന പേരിൽ കച്ചവടം ഞാൻ ആരംഭിച്ചേക്കുവാണ്. ഇവിടെ നമ്മുടെ പഴയ നാടൻ ഫുഡ് കൂടാണ്ട് ബീഫ് ബിരിയാണി, ചിക്കൻ ബിരിയാണി, ചപ്പാത്തി, പൊറോട്ടയും കൂടെ ഇവിടെ വിപുലീകരിച്ച രീതിയിൽ ഇന്ന് സ്റ്റാർട്ട് ചെയ്തേക്കുവാണ്. അപ്പോൾ ഇതുവരെ എന്നോട് സഹകരിച്ച എല്ലാ കസ്റ്റമറുടെ സഹകരണം ഞാൻ ഇനി പ്രതീക്ഷിക്കുന്നു. നിലവിൽ നമ്മൾക്ക് ഉണ്ടാകുന്ന ഐറ്റം കൂടാണ് ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി, ചപ്പാത്തി, പൊറോട്ട. ഉണ്ടാകുന്ന കപ്പ ബിരിയാണി, കപ്പ പൊട്ടിക്കില്ലായിരുന്നു. അപ്പോൾ നാടൻ ഫുഡ് കൂടാണ്ട് പിന്നെ ഉള്ളത് ബിരിയാണി ഐറ്റംസാണ് പിന്നെ എക്സ്ട്രാ. വിവിധതരം ജ്യൂസുകളും ഷേക്കുകളും ബിസ്മി ഫാസ്റ്റ് ഫുഡിൽ നിന്ന് ആസ്വദിക്കാം. ബിസിനസ് ഡെസ്ക്, GTV ന്യൂസ്.